الذين آمنوا إذا جاءكم المؤمنات مهاجرات فامتحنون الله أعلم بإيمانكم إذا آتيتموهن أجورهن ولا تمسكوا بعصم الكوافر واسألوا ما أنفقتم وليسألوا ما أنفقوا ذلكم حكم الله يحكم بينكم والله عليم حكيم وإن فاتكم شيء من أزواجكم إلى الكفار فأعقبتم فآتوا الذين ذهبت أزواجهم مثل ما أنفقوا واتقوا الله الذي أنتم به مؤمنون يا أيها النبي إذا جاءك المؤمنات يبايعنك على أن لا يشركن بالله شيئا ولا يسرقن ولا يزنين ولا يقتلن أولادهن ولا يأتين ببهتان يفترينه بين أيديهن وأرجلهن ولا يعصينك في معروف فبايعهن واستغفر لهن الله إن الله غفور رحيم يا أيها الذين آمنوا لا تتولوا قوما غضب الله عليهم قد يئسوا من الآخرة كما يئس الكفار من أصحاب القبور صدق الله العلي العظيم. ബഹുമാനപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ഹക്ക് കൊണ്ട് ബറക്കത്ത് കൊണ്ട് നമ്മുടെയും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, എല്ലാവരിൽ നിന്നും സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകളെ അല്ലാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ഐശ്വര്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ മുസീബത്തുകളെ തൊട്ടും ആഫത്തുകളെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തീർത്തു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല പരിപൂർണ ഈമാനോടുകൂടെ പരിപൂർണ ഹിദായത്തിലായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.
വിശുദ്ധ ഖുർആനിൽ നിന്നും നമ്മൾ വിശദീകരിച്ചു വരുന്നത് അൽ മുംതഹന സൂറത്താണ്. മുംതഹന സൂറത്തിന്റെ അവസാന ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചതിന്റെ ബാക്കി ഭാഗമാണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. മതവിശ്വാസികൾ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചും പരസ്പരം നമ്മൾ സ്വീകരിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. വിശുദ്ധ ഇസ്ലാം സമാധാനത്തിന്റെ വഴിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് ആയത്തുകൾ, 12ഓളം വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചു. ഈ സൂറത്തിന്റെ അവസാനം വീണ്ടും ആ വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഓതി വച്ച 10ാമത് വചനത്തിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുന്ന വിഷയം, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് നമ്മൾ നേരത്തെ ഒരു ചരിത്രം പറഞ്ഞിട്ടുണ്ട്. അതായത് ഹിജ്റയുടെ 6ാമത്തെ വർഷം അള്ളാഹുവിന്റെ തിരുദൂതരും 1400 പേരും പരിശുദ്ധ ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ മക്കയിലേക്ക് പുറപ്പെടുകയും, പക്ഷെ ആ വർഷം ഉംറ ചെയ്യാൻ കഴിയാതെ ഹുദൈബിയയിൽ വെച്ച് ഒരു വ്യവസ്ഥ തയ്യാറാക്കി, സുൽഹുൽ ഹുദൈബിയ. അതിന്റെ ശേഷം അവർ ആ വർഷം മദീനയിലേക്ക് മടങ്ങിപ്പോന്ന് പിറ്റേ വർഷം ഉംറ ചെയ്യാൻ വേണ്ടി പോയ സംഭവം ചരിത്രത്തിലെ വലിയൊരു സംഭവമാണ്. അതായത് സമാധാനം വേണം ലോകത്ത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകർ ആഗ്രഹിച്ചതുകൊണ്ടാണ് ജന്മനാട്ടിലേക്കുള്ള യാത്ര ശത്രുക്കൾ തടഞ്ഞപ്പോ ആ 1400 പേര് എന്ത് വില കൊടുത്തും പരിശുദ്ധ മക്കയിലേക്ക് പോകാനും ഉംറ നിർവഹിക്കാനും അതിന് അവർ തയ്യാറായിട്ടും അള്ളാഹുവിന്റെ തിരുദൂതർ ആ വർഷം അതിന് സമ്മതിക്കാതെ തിരിച്ചുപോയി. അന്ന് ചില വ്യവസ്ഥകൾ തയ്യാറാക്കി. ആ വ്യവസ്ഥകളാകട്ടെ പ്രത്യക്ഷത്തിലൊക്കെ നമുക്ക് പ്രതികൂലമാണ് എന്ന് തോന്നിക്കുന്ന രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരൊക്കെ ഒരൽപ്പം കയർത്ത് സംസാരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവരെ കാര്യങ്ങളെത്തി. മക്ക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മനാടാണ്. ആ ജന്മനാട്ടിലേക്ക് മാന്യമായിട്ട് പോകാൻ, കുഴപ്പമുണ്ടാക്കാനല്ല, പരിശുദ്ധ കഅബാലയം അത് തവാഫ് ചെയ്യാനും ഒരു ഉംറ നിർവഹിക്കാനും, അതാണ് ലക്ഷ്യം, ന്യായാണ്. അതാണ് ശത്രുക്കൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. അവിടെ കാലുകുത്താൻ സമ്മതിക്കൂല. അവസാനം ഹുദൈബിയയിൽ വെച്ച് ഒരു വ്യവസ്ഥ തയ്യാറാക്കി ശത്രുക്കളുമായി. ആ വ്യവസ്ഥയിൽ ശത്രുക്കൾ പറയുന്നത് മുഴുവനും റസൂൽ അംഗീകരിച്ചു. അള്ളാന്റെ തിരുദൂതര് അതൊക്കെ അംഗീകരിച്ചു. അതായത് പ്രത്യക്ഷത്തിലൊക്കെ നമുക്ക് പ്രതികൂലമാണെന്ന് തോന്നിപ്പോകും. ഈ കൊല്ലം ഉംറ ചെയ്യാൻ പാടില്ല, തിരിച്ചു പോകണം. ശരി, സമ്മതിച്ചു. അപ്പൊ നമ്മളിപ്പോ ഉംറക്കൊക്കെ പോകാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ യാത്ര തീരുമാനിച്ചു, അത് ഏതെങ്കിലും രൂപത്തിൽ ക്യാൻസലാകുന്നൊരവസ്ഥ വന്നാൽ മാനസികമായിട്ട് നമ്മൾ തളരാൻ പാടില്ല. ഇപ്പൊ എയർപോർട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവരുണ്ട്, പല കാരണങ്ങളാണ്. ഹജ്ജിനും മറ്റൊക്കെ എല്ലാ നിലക്കും ഒരുങ്ങിയിട്ട് ബാഗ് വരെ കയ്യിൽ കിട്ടി പോകാൻ ഡേറ്റ് വരെ തീരുമാനിച്ച് അവസാനം ചിലപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടോ രോഗം വന്നിട്ടോ പല കാരണങ്ങളാൽ യാത്ര മുടങ്ങാറുണ്ട്. അത് ഒന്നായിട്ട് ചിന്തിച്ച് മാനസികമാകാൻ പാടില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ തിരുദൂതരും 1400 പേരും എത്ര റാഹത്തോടെ, എത്ര സന്തോഷത്തോടെ, അതായത് സ്വന്തം ജന്മനാട്ടിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത് 6 കൊല്ലം കഴിഞ്ഞിട്ട് എത്ര ആഗ്രഹം ഉണ്ടാവും ആ നാട്ടിൽ പോകാൻ. സാധാ നാടല്ലല്ലോ. എന്നിട്ട് അങ്ങനെ വളരെ താല്പര്യത്തോടുകൂടെ, അത് മാത്രമല്ല റസൂല് സ്വപ്നം കണ്ടതാണ് ഉംറ ചെയ്യുന്നത്. ആ സ്വപ്നത്തെ പറ്റി അള്ളാഹുവിന്റെ തിരുദൂതർ വിശദീകരിച്ചു കൊടുത്തതാണ്.
എന്നിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർക്കും സ്വഹാബത്തിനും ചെയ്യാൻ കഴിയാതെ മടങ്ങിപ്പോരുമ്പോൾ അവരുടെ മാനസികാവസ്ഥ ആലോചിച്ചു, എന്തിനാണ് അവർക്ക് അങ്ങനെ കൊടുത്തത്? അത്തരം സന്ദർഭങ്ങൾ, അവസ്ഥകൾ നമുക്ക് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാള് ഭാര്യയുടെ സ്വഭാവം വളരെ മോശമാണ്, ഞാൻ വളരെയധികം വിഷമത്തിലാണ് എന്നുകൊണ്ട് പറഞ്ഞു. അപ്പൊ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാറ് ആരാണെന്ന് ചോദിച്ചു. എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു. ശരി, താങ്കളുടെ വസ്ത്രം വൃത്തിയാക്കി തരാൻ സാധാരണ തരുന്നത് ആരാണെന്ന് ചോദിച്ചു. അതും അവൾ തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യഥാർത്ഥത്തിൽ അതൊന്നും അവരുടെ മേൽ നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ അങ്ങനെയൊക്കെ ചില ഉപകാരങ്ങൾ അവർ ചെയ്യുന്നത് കൊണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ വിഷമങ്ങൾ അവരിൽ നിന്ന് സ്വഭാവത്തിൽ മോശമാകുന്നത് വരുന്നുണ്ടെങ്കിൽ താങ്കൾ ക്ഷമിക്കണം. ഒരു നന്മ അവരിൽ നിന്നുണ്ടല്ലോ, ബാക്കി താങ്കൾ ക്ഷമിക്കണം. എന്നിട്ട് അള്ളാന്റെ തിരുദൂതർ പറഞ്ഞു കൊടുത്തത് പറഞ്ഞു കൊടുത്തു. അതായത് ഒരു സുപ്രധാനമായ ഹദീസിലുണ്ട്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 18 കൊല്ലം രോഗിയായിട്ട് പ്രയാസപ്പെട്ടതാണ്. പക്ഷെ അത് നല്ല ക്ഷമ കൈകൊണ്ടു അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും പോയി. അദ്ദേഹത്തിന്റെ പിതാവ് വലിയ മുതലാളിയായിരുന്നു, കർഷകരായിരുന്നു. ആ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു. 13 സന്താനങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ മക്കൾ മുഴുവനും മരിച്ചു. ഒരാളെ മുതലൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. എന്നാൽ പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് ആരോഗ്യം തിരിച്ചു പിടിക്കാന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. മക്കളും ഉണ്ടെങ്കിൽ. മുതലും പോയി സന്താനങ്ങൾ ഒന്നില്ലാതെ മുഴുവനും മരിച്ചാൽ ഇനി ആലോചിച്ച് നോക്കും. എന്നാലൊരു ആശ്വാസമാണ് ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അതും നഷ്ടപ്പെട്ട് ശാരീരികമായിട്ടും പ്രയാസം. അതിന് 18 കൊല്ലത്തോളം നീണ്ടുപോയി. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? നല്ലോണം ക്ഷമിച്ചു, അള്ളാഹുവിലേക്ക് തവക്കുലാക്കി. ദുന്യാവല്ലേ എന്ന് കരുതി. അവസാനം അദ്ദേഹത്തിന് ആ ക്ഷമന്റെ ഊക്ക് കൊണ്ട്, തവക്കുലിന്റെ ആഴം കൊണ്ട് 13 മക്കൾക്ക് പകരം 26 മക്കളെ കൊടുത്തു. 26 കുട്ടികളുണ്ടായി അദ്ദേഹം. നഷ്ടപ്പെട്ട മുതലൊക്കെ തിരിച്ച് ലഭിക്കുന്നൊരവസ്ഥയിലേക്ക് അള്ളാഹു എത്തിച്ചു. 40 വയസ്സിൽ അവരുടെ ശരീരം എങ്ങനെയായിരുന്നു, ആ ഒരു അവസ്ഥയിലേക്ക് രോഗം മാറി ആരോഗ്യം അള്ളാഹു എത്തിച്ചു. റസൂല് പറഞ്ഞത്, അദ്ദേഹം ആ ക്ഷമ കൈക്കൊണ്ടതിന് എത്ര കൂലിയുണ്ട്? തത്തുല്യമായ കൂലി ഭാര്യയുടെ സ്വഭാവം മോശമായതുകൊണ്ട് അത് ജീവിതകാലത്ത് ക്ഷമിച്ച് അത് കീപ്പ് ചെയ്തു പോയ ഒരു പുരുഷന്, ഒരു ഭർത്താവിന് അള്ളാഹു നൽകുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാര്യയുടെ സ്വഭാവം മോശമല്ലായിരുന്നു, അദ്ദേഹം ക്ഷമിച്ചത് അതിലല്ല. അയ്യൂബ് നബിയുടെ ഭാര്യ റഹ്മത്ത് ബി എന്ന ചരിത്രത്തിലൊരു അത്ഭുത സ്ത്രീയാണ്. ഈ 18 കൊല്ലവും ഉരുക്കുകോട്ട പോലെ തന്റെ ഭർത്താവിന്റെ പിന്നിൽ ഉറച്ചു നിന്നു. അതൊരത്ഭുതം. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്രമാത്രം ക്ഷമിച്ചു അദ്ദേഹത്തിന്റെ വിഷമങ്ങളിൽ, അതിനെത്ര കൂലി? അതേ കൂലി അള്ളാഹു നൽകുമെന്ന്. ഞാനിത് പറഞ്ഞത് എന്തിനാണ് അള്ളാഹുവിന്റെ തിരുദൂതർ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്? ഇത്തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസമാണ്. എന്ത് തലക്ക് മീതെ വന്നാലും റബ്ബെ ക്ഷമിച്ചാല് മരണത്തോടുകൂടെ അതൊക്കെ അനുഭവിക്കുമല്ലോ എന്നുള്ളത്, മരണത്തോടുകൂടെ ഇവിടത്തൊക്കെ തീരും. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതര് അന്ന് ആ വ്യവസ്ഥ തയ്യാറാക്കിയത് യഥാർത്ഥത്തിൽ സമാധാനത്തിന്റെ വഴി സ്വീകരിച്ചതാണ്. അല്ലെങ്കിൽ തന്റെ കൂടെയുള്ളവരോട് നമ്മൾ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ്, ജന്മനാട്ടിലേക്കാണ്, ഇവരെ തിട്ടൂരം ആവശ്യമില്ല, പോകണം എന്ന് പറഞ്ഞ സഹോദര ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എത്രമാത്രം ധീരനാണ്. അവരൊക്കെ മനസ്സിൽ ആഗ്രഹം അതാണ്. ആരാ തടയാൻ ധൈര്യമുള്ളതെന്ന് ചോദിക്കാൻ ആൺകുട്ടികളെ നമ്മളെ കൂടെ റസൂൽ തയ്യാറായി. വേണ്ട, ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചില്ലേ, നബി ഞങ്ങളല്ലേ പറഞ്ഞത്, സ്വപ്നം കണ്ടത് ഉംറ ചെയ്യുന്നു. അവർ റസൂൽ ചോദിച്ചു, ഉമറെ ഞാൻ ഈ കൊല്ലം തന്നെ ഉംറ ചെയ്യുന്ന പറഞ്ഞിരുന്നു ചോദിച്ചു. ഇല്ല, അടുത്ത കൊല്ലം ചെയ്യും. പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവർ തിരിച്ചു പോരുന്ന സമയത്ത് ഭയങ്കര വിഷമത്തിലാണ്. കാരണം എന്താ ഓരോ നിയമങ്ങൾ. റസൂൽ ഒരു പറഞ്ഞതൊക്കെ സമ്മതിച്ചു. മുഹമ്മദ് റസൂലുള്ള വെട്ടണം എന്ന് പറഞ്ഞപ്പോ ഓക്കെ വെട്ടി. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എഴുതിക്കൊള്ളിന്നാണ്. റസൂലുള്ള എഴുതാൻ പറ്റില്ല, ഞങ്ങൾക്ക് അയാൾ റസൂലാണെന്ന് വിശ്വാസമില്ല. റസൂൽ ഓക്കെ അത് വെട്ടിച്ചു. അലി റളിയല്ലാഹു അൻഹു എഴുതുന്നത് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. എങ്ങനെയത് വെട്ടുക? റസൂൽ വെട്ടി.
പിന്നെ ഇവര് ഒരു വ്യവസ്ഥ വന്നത് ഉമർ റളിയല്ലാഹു ചൂടാകാൻ കാരണമായി. കാരണം പരിശുദ്ധ മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് ശത്രുക്കളെ ഭാഗത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാതെ മടക്കി അയക്കാം. എന്നാൽ മദീനയിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് ആരെങ്കിലും മക്കയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂല. രാജിവെച്ച് പോയ ആളെ നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല, പോട്ടെ. പക്ഷെ ഇങ്ങോട്ട് വരുന്ന ആളെ ശത്രുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കണം എന്നാണ് വ്യവസ്ഥ. സമ്മതാണെന്ന് പറഞ്ഞ വിധം അതിലാണ് ഉമർ റളിയല്ലാഹു എഴുന്നേറ്റ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പിടിച്ചു വെച്ചു. റസൂൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഉമർ റളിയല്ലാഹു സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലേ, നമ്മൾ ഹഖിലല്ലേ എന്ന് ചോദിച്ചു. അതെ, നമ്മൾ സത്യത്തിലാണ്. ഇവര് ബാത്തിലല്ലേ എന്ന് ചോദിച്ചു. അതെ, ഇവര് അസത്യത്തിലാണ്. പിന്നെ നമ്മൾ എന്തിനു കുറഞ്ഞു കൊടുക്കണം? അല്ലാഹുവിന്റെ റസൂലല്ലേ എന്ന് വരെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ ആ ആവേശമാണ്. പക്ഷെ പിന്നീട് അങ്ങനെ വളരെ വിഷമത്തോടുകൂടെയാണ് അവർ തിരിച്ചു പോകുന്നത്. ആ തിരിച്ചു പോരുന്ന സമയത്ത് വഴിയിൽ വെച്ചിട്ടാണ് ഫത്ഹ് സൂറത്ത് അവതരിച്ചത്. ഫത്ഹ് സൂറത്ത്, ഫത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ്. ഫത്ഹ് സൂറത്തിലൂടെ ഇവരെടുത്ത തീരുമാനം, റസൂലെടുത്ത ആ വ്യവസ്ഥ അംഗീകരിച്ചുണ്ടല്ലോ, അതാണ് ശരി എന്നത് അള്ളാഹുവിന് പറയലോടുകൂടെ എല്ലാവർക്കും സമാധാനമായി. നിങ്ങൾ ഇപ്പോഴത്തെ നിലപാടാണ് വേണ്ടതെന്നാണ്, ഒരു എടുത്തുചാട്ടല്ല വേണ്ടത്. അതിനെ അള്ളാഹു ശരിവെച്ചു. അതോടുകൂടെ എല്ലാവർക്കും സന്തോഷമായി. ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം, ഇവരെടുത്തതിൽ ഒരു വ്യവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മക്കയിൽ നിന്ന് ശത്രുക്കളെ ഭാഗത്തുനിന്ന് ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാതെ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. അതേസമയം മദീനയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് അങ്ങോട്ട് പോയാലോ അവരെ സ്വീകരിക്കാൻ പാടില്ല. അവരെ ഇങ്ങോട്ട് വിട്ടുകൊടുക്കൂല, അവരെ ശത്രുക്കൾ സ്വീകരിക്കും. ഇതിപ്പോ വൺ വേ ആണ്. ശരി, ഒരു ഭാഗം മാത്രമാണ്. പക്ഷെ റസൂൽ അത് സമ്മതിച്ചു കൊടുത്തതാണ്. ആ വ്യവസ്ഥയുള്ള നമുക്ക് ഒരു പ്രശ്നം തോന്നുന്ന വ്യവസ്ഥ. ഇത് എന്ത് ആത്മസംയമനമാണ് എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്നാൽ അങ്ങനെ ഈ വ്യവസ്ഥ തയ്യാറാക്കി എന്ന് മാത്രമല്ല, ഒപ്പിട്ട് കൈമാറി കോപ്പികൾ. അങ്ങനെ നമ്മൾ നേരെ മദീനയിലെത്തി. ഈ സമയത്ത് അള്ളാന്റെ വിശുദ്ധ ദീനിലേക്ക് മക്കയിൽ നിന്ന് ഒരാൾ വന്നു. വ്യവസ്ഥ എന്താ? മടക്കി അയക്കണമെന്നാണ്, സ്വീകരിക്കാൻ പാടില്ല. ആ വന്ന ആളെ കൊണ്ടുപോകാൻ വേണ്ടി 2 പ്രതിനിധികൾ മക്കയിൽ നിന്ന് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വ്യവസ്ഥ അനുസരിച്ച് അത് പോകണം. അപ്പൊ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഒരു വിഷമം. അതുവരെ കുഴപ്പമില്ലാത്തതും, കാരണം ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹോദരനെ ആ 2 പ്രതിനിധികളുടെ കയ്യിൽ അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുമ്പോ എന്തൊക്കെ സാധ്യതയുണ്ട്, അവരദ്ദേഹത്തിനെ മർദ്ദിക്കാൻ സാധ്യതയുണ്ട്. ഇന്നൊക്കെ നമ്മൾ പലതും കേൾക്കുന്നുണ്ടല്ലോ, മർദ്ദനമുറകൾ, ചില സ്ഫോടനങ്ങളുടെ പേരിലൊക്കെ. അത് തെളിയിക്കാൻ വേണ്ടി, കുറ്റം സമ്മതിക്കാൻ വേണ്ടി അനങ്ങാൻ കഴിയാതെ കിടത്തിയിട്ട് നിർബന്ധ ഭക്ഷണം കൊടുക്കുന്നത് ചപ്പാത്തി മൂത്രത്തിലൊപ്പിയിട്ട് മലം പുരട്ടിയിട്ട് വായിലേക്ക് ഇട്ട് കൊടുക്കണം. ഇന്ത്യയിൽ ചില രഹസ്യ കേന്ദ്രങ്ങളിൽ, പത്രങ്ങളിൽ വന്നില്ലേ വാർത്ത? ഒന്നാലോചിച്ച് നോക്കുക, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല, മലത്തോടെ മൂത്രത്തോടു കൂടെയുള്ള ആ ചപ്പാത്തി കഴിക്കുക. കോടതിയിൽ അത് പറയാൻ പാടില്ല എന്നുള്ളതാണ്. പറഞ്ഞാൽ ഇനിയും ഞങ്ങളുടെ കയ്യിലേക്കാൻ എണ്ണ ലഭിക്കുക, കൂടുതൽ പീഡിപ്പിക്കും. എന്തൊക്കെ നടക്കുന്നു? മനുഷ്യർ മഹാക്രൂരന്മാരാകും. അതുകൊണ്ടാണ് ഈ തീവ്രവാദികൾ നീതി നിഷേധിക്കപ്പെടുന്നതുകൊണ്ടാണ് അത്തരമൊരവസ്ഥ ഉണ്ടാകരുത്. എന്നാ തീവ്രവാദികളൊക്കെ ചുരുങ്ങി പോകും. അനീതി വരുമ്പോഴാണ് അതിന്റെ മറവില് അക്രമങ്ങൾ വരുന്നത്. ഏതായിരുന്നാലും സഹോദര, അള്ളാന്റെ തിരുദൂതർക്ക് വിഷമമായി. അള്ളാന്റെ തിരുദൂതരോട് സ്വഹാബത്ത് പറഞ്ഞ, നബിയെ, അദ്ദേഹത്തെ അവർക്ക് വിട്ടുകൊടുത്താൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കൂലേ? അപ്പൊ റസൂൽ സമാധാനിപ്പിച്ചു, നിങ്ങൾ പ്രയാസപ്പെടണം, നമ്മൾ കരാറ് പാടി. നമ്മളെ കരാറ് ഇങ്ങോട്ടൊരാളെ വന്നാൽ അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ഒരു കരാറ് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അയാളെ കാര്യത്തിൽ നിങ്ങൾ പ്രയാസപ്പെടണം. എന്നാൽ ഈ നിയമത്തിൽ നിന്ന് പെണ്ണുങ്ങൾ ഒഴിവാണെന്നാണ് ഇനി ഖുർആൻ പറയുന്നത്. നിങ്ങൾ ചെയ്ത കരാറിൽ നിന്ന് പെണ്ണുങ്ങൾ ഒഴിവാണ്. അതായത് പരിശുദ്ധ മക്കയിൽ നിന്ന് ഒരു സഹോദരി അല്ലാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വന്നാൽ ഒരിക്കലും ആ സഹോദരിയെ ആ ശത്രുക്കളുടെ കൈവശം തിരിച്ചു കൊടുക്കാൻ പാടില്ല.
ആണുങ്ങളതൊക്കെ പെണ്ണുങ്ങളെ വിട്ടുകൊടുക്കാൻ പാടില്ല. എന്താ കാരണം? അവർ സ്വമേധയാ നല്ല ഇഷ്ടത്തോടുകൂടെ അവർ ഇസ്ലാമിലേക്ക്, അള്ളാന്റെ വിശുദ്ധ മതത്തിലേക്ക് വരികയാണെങ്കിൽ, പെണ്ണുങ്ങളാണല്ലോ, ആണും പെണ്ണും ഒരുപാട് അന്തരമുണ്ട്. മനോബലത്തിലും കായബലത്തിലും ആണിനോളം എത്താൻ പെണ്ണിന് കഴിയില്ല. അതുകൊണ്ട് പെണ്ണിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ആയത്തിൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുൻ അല്ലാഹു അഅലമു ബിഈമാനിഹിൻ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്ത്, സത്യവിശ്വാസിനികൾ അവര് സ്വദേശം വിട്ടുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ, ഫംതഹിനൂഹുൻ, നിങ്ങൾ അവരെ പരീക്ഷിക്കണം, പരിശോധിക്കണം. സ്വദേശം വിട്ടുകൊണ്ട്, ജന്മനാട് വിട്ടുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ച് പെണ്ണുങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ നിങ്ങൾ അവരെ നല്ലോണം പരീക്ഷിക്കണം, പരിശോധിക്കണം എന്നാണ് അല്ലാഹു പറയുന്നത്. പരിശോധിക്കണം. അല്ലാഹു അഅലമു ബിഈമാനിഹിം, അവരുടെ വിശ്വാസത്തെപ്പറ്റി ഏറ്റവും അറിയുന്നവൻ അല്ലാഹു ആകുന്നു. എന്താ പറഞ്ഞതിന്റെ ഉദ്ദേശം? അതായത് ഒരു പെണ്ണ് ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നാൽ വരുമ്പോഴേക്ക് ചാടി വീഴണം എന്നല്ല അല്ലാഹു പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. ചിലപ്പോൾ ചില ആളുകൾ വരുന്നത് ചില ഭൗതിക താല്പര്യങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ്. ഒന്നും കൂടി ലെവലാണ്. ഇന്നുണ്ടല്ലോ അങ്ങനെ പല ആളുകളും അവർ വരുമ്പോ അവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളൊക്കെ ഒരുപാടുണ്ടാകും. ഒരു വീട് വെക്കണമെന്നോ, അതിലൊരു പുരുഷനാണ് വരുന്നത് എങ്കിൽ ഒരു നല്ല ഒരു പെണ്ണിനെ കിട്ടണമെന്നോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശങ്ങൾ ഉണ്ടായാലോ. ആണുങ്ങൾ വരുന്നവരെന്തായിരുന്നാലും വ്യവസ്ഥ അനുസരിച്ച് അവർക്ക് തന്നെ മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്നാൽ പെണ്ണുങ്ങൾ വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ തിരുദൂതര് വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ഓതിക്കൊടുക്കുകയാണ്. സ്ത്രീകളാണ് വരുന്നത് എങ്കിൽ അവരെ നിങ്ങൾ ശരിക്കൊന്ന് പരിശോധിക്കണം എന്നാണ്. അവർ എന്തിനാ വന്നത്? ഭർത്താവിനോട് വഴക്കിട്ട് ഭർത്താവിനോട് പിണങ്ങിയിട്ടാണോ വരുന്നത്? അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എന്നാ പിന്നെ ഇനിയുള്ള ഒരു രക്ഷാമാർഗാണ് മദീനയിൽ പോയാൽ മതി, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മതി, എന്നാ അവരെ സ്വീകരിച്ചോളും എന്നൊരു പെണ്ണ് തീരുമാനിച്ചാലോ? അപ്പൊ ഒരു പെണ്ണ് വരുമ്പോഴേക്ക് എന്ത് ചെയ്യരുത്? ഇസ്ലാമിലേക്ക് വരുന്നു എന്നതുകൊണ്ട് ചാടി വീഴണ്ടാകും. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അള്ളാഹു പറയാം, പരിശോധിക്കണം, ശരിക്കും പരീക്ഷിക്കണം. എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല, പ്രത്യക്ഷത്തിൽ വിരിക്കുക എന്നുള്ളതാണ്. എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രത്യക്ഷത്തിലുള്ള വിരിക്കുക, ശരിക്കും പരിശോധിക്കണം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് അങ്ങനെ കടന്നു വന്ന പെണ്ണുങ്ങളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കൂല. എന്നാൽ അതേ സമയത്ത് അവരെ മടക്കി അയക്കൂല. അതേ സമയത്ത് അവർ വന്നത് ഒരു നിർബന്ധിത ഘട്ടത്തിലാണോ, അങ്ങനെ ഈമാൻ ഉറക്കൂല. അങ്ങനെ നമുക്ക് ആളുകൾ വേണ്ട. എന്നാൽ അതേ സമയത്ത് അവർ ഏതെങ്കിലും പുരുഷന്മാരെ വിവാഹം ഉദ്ദേശിച്ച് അതിനുവേണ്ടി മുസ്ലിമായി എന്ന് പറയാണോ, അതും വേണ്ട. ഭർത്താക്കന്മാരോട് പിണങ്ങിയിട്ടോ മറ്റോ കുടുംബ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വരികയാണോ, അതൊക്കെ ഒന്ന് ചോർന്ന് അന്വേഷിച്ച്. ഒരു കാര്യം നമ്മൾ അന്വേഷിക്കാൻ തീരുമാനിച്ചാൽ ഏത് കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും. മനസ്സിന്റെ ഉള്ളിലുള്ള ഒന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ലെങ്കിലും അത് ചിലപ്പോൾ കാലതാമസമാണ്. എന്നാൽ അതേ സമയത്ത് ശരിക്കൊന്ന് ക്വസ്റ്റ്യൻ ചെയ്താൽ പെണ്ണുങ്ങളാവുമ്പോൾ പ്രത്യേകിച്ചും എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് എന്ത് ചെയ്യും, വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, സത്യവിശ്വാസിനികൾ
സത്യവിശ്വാസിനികൾ അവർ ജന്മനാട് വിട്ട് സ്വദേശം വിട്ടുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ചു എന്ന് വന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരെ പരിശോധിക്കണം, പരീക്ഷിക്കണം. അല്ലാഹു അഅലമു ബിഈമാനിഹിം, അവരെ ഈമാനെ പറ്റി കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാണ്. കഴിയുന്ന രൂപത്തിൽ നോക്കിയാൽ മതി, അത്രയല്ല നമുക്ക് നടക്കുള്ളൂ. ഇപ്പൊ പള്ളികളിലൊക്കെ ചിലപ്പോൾ വരും, ഇസ്ലാമിലേക്ക് പുതിയതായിട്ട് കടന്നു വന്ന ആളാണ്, സഹായിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സ് കൃത്യമായിട്ട് എത്രയുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയില്ല, പ്രത്യക്ഷത്തിൽ വിധിക്കാൻ. അദ്ദേഹത്തിന്റെ അടുത്ത് സർട്ടിഫിക്കറ്റ് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന പിന്നെ സ്ഥാപനമാണ് പൊന്നാനി മഴൂനത്തുൽ ഇസ്ലാം സഭ. അപ്പൊ മഴൂനത്തിൽ പോയി, മഴൂനത്തിൽ അങ്ങനെ എടുക്കൊന്നുമില്ല. ആരെങ്കിലും ചെന്ന് ഞാൻ മുസ്ലിമാകണമെന്ന് പറയുമ്പോഴേക്ക് അവരെടുക്കൂല. ഒരു മഹല്ല് ജമാഅത്തിന്റെ ഔദ്യോഗികമായ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അവർ സ്വീകരിക്കുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ ഒരുപാട് ആളുകൾ ഉണ്ടാക്കാനുള്ള സംവിധാനമൊന്നുമില്ല. എന്നാൽ ഒരു മതേതര രാജ്യത്ത് ആർക്കും ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഒരു മുസ്ലിം സഹോദരൻ തീരുമാനിക്കാണ് ഞാൻ ഹിന്ദു മതം സ്വീകരിക്കാണ്, ഈ മതേതര രാജ്യത്ത് അതിനുള്ളൊരു സൗകര്യമാണ്. അള്ളാന്റെ കോടതിയിൽ എന്താണെന്നുള്ളത് ഒരു മതേതര രാജ്യത്ത് അതിനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരാൾ പോകുമ്പോ അവനോട് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ അവനോടും അവന്റെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക വേണമെങ്കിൽ എന്ത് ഇസ്ലാമിലേക്ക് പോകണ്ട, അതിന് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരാൾ സ്വമേധയാ വരികയാണെങ്കിൽ തടയാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. ആർക്കും എന്തോ സ്വീകരിക്കാന്നുള്ളതാണ്. അപ്പോഴാണ് മതേതര രാജ്യം. ഒരു മതേതര രാജ്യം, ഒരുപാട് പൂക്കളുള്ള ഒരു പൂന്തോട്ടം എന്നൊക്കെ നമ്മുടെ രാജ്യത്തെ പറ്റി പറയണമെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും സഹോദര സഹോദരിമാരാണെന്ന് വെയില് കൊണ്ട് നമ്മുടെ കുട്ടികൾ പ്രതിജ്ഞ ചെയ്യാറുണ്ട് സ്കൂളിന്റെ മുറ്റത്ത്. അത് അന്വർത്ഥമാകണമെങ്കിൽ ഈ സംവിധാനം വേണം. എന്നാൽ ഇസ്ലാമിൽ ഏത് ഭാഗത്താണെങ്കിലും, ഒരു അറബ് രാജ്യത്താണെങ്കിൽ പോലും ഒരാൾ ഇസ്ലാമിലേക്ക് വരികയാണെങ്കിൽ ഓനെ നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഓൻ നല്ല മനസ്സോടുകൂടെ വരും. ഇനി അങ്ങനെ ഒരാൾ വന്നു, അവന്റെ മനസ്സെന്താ നമുക്കറിയാൻ കഴിയില്ല, പ്രത്യക്ഷത്തിൽ വിരിക്കും. അയാളെ മനസ്സിൽ ഉറച്ചിട്ടില്ല, ചില ഭൗതിക താല്പര്യങ്ങൾക്ക് മാത്രം അയാൾ വന്നത്. സഹോദര, പരലോകത്ത് അയാളെ കാര്യം കട്ടപ്പോകയാണ്. ഇവിടെ അദ്ദേഹം മുസ്ലിങ്ങളെ കൂട്ടത്തിൽ ഗണിക്കപ്പെടും. മുസ്ലിം ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന് മറവ് ചെയ്യും. കാരണം അയാൾ നാവ് കൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു ഷഹാദത്ത് കലിമ. അങ്ങനെ മനസ്സിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചൂർന്നു നോക്കാൻ കഴിയില്ല. യുദ്ധക്കളത്തിൽ പോലും ഇങ്ങോട്ട് തല്ലാൻ വന്ന ഒരാള് അദ്ദേഹം ഇങ്ങോട്ട് കൊല്ലാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ആളുകളെ. ആ സമയത്താണ് അയാളെ വെട്ടാൻ ഒരുങ്ങുന്നത്. അപ്പൊ അയാൾ പറഞ്ഞ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ പറഞ്ഞത് സ്വീകരിക്കണം, അയാൾ പറഞ്ഞത് സ്വീകരിക്കണം എന്നാണ്. അയാൾ ചിലപ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പറയായിരിക്കും, തൽക്കാലം രക്ഷപ്പെടാൻ. പക്ഷെ അള്ളാഹ് റസൂൽ പറഞ്ഞെന്താ, അയാൾ എന്ത് പറഞ്ഞാലും അയാളുടെ ഉള്ളിലെന്താ നമുക്കറിയില്ല. ഇസ്ലാമിൽ മാത്രമേ ഇത്തരം സംവിധാനം നീതിയാണ്. എന്നാൽ ഒരാൾ നോക്കൂ, അയാളെ മനസ്സിൽ ഉറച്ചിട്ടുണ്ട്, പക്ഷെ അയാൾ നാവ് കൊണ്ട് വ്യക്തമായി പറഞ്ഞില്ല. അദ്ദേഹം മരിച്ചപ്പോ അവരുടെ ശ്മശാനത്തിലേക്കാ കൊണ്ടുപോയത്. പരലോകത്ത് രക്ഷപ്പെടും എവിടെ കടന്നാലും. എന്താ കാരണം? മനസ്സിലുറച്ചു, അള്ളാന്റെ അടുത്ത് മോഹിനാണ്. എന്നാൽ ഈ ലോകത്ത് അവന് ഒരു സത്യവിശ്വാസികളുടെ പട്ടികയിൽ പെട്ടില്ല, കാരണം നാവോണ്ട് വ്യക്തമായി പറഞ്ഞില്ല. അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടാവും. അങ്ങനെ എത്ര പേരുണ്ടാവാം മനസ്സിലുറപ്പിച്ചവർ. എന്തായിരുന്നാലും സഹോദര, അള്ളാഹു പറയുന്നത് സ്ത്രീകൾ നിങ്ങളുടെ അരികിലേക്ക് വരുമ്പോ അവർ നിങ്ങൾ പരിശോധിക്കണം, അവരെ ഈമാൻ കൃത്യമായി അറിയുന്നവൻ അള്ളാഹുവാണ്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി അതെന്തിനാണ് അങ്ങനെ ഒരു നിയമം ഇസ്ലാം വെച്ചത്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ പോലല്ല. അള്ളാന്റെ വിശുദ്ധ മതത്തിലേക്ക് അന്ന് മദീനയിലേക്ക് മക്കയിൽ നിന്ന് ഒരു സഹോദരി വന്നിട്ട് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ സഹോദരിയെ അവർക്ക് തന്നെ വിട്ടുകൊടുത്താൽ പലതും സംഭവിക്കാം. അതുകൊണ്ട് ഒരു പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. അതാരും അംഗീകരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പെണ്ണ് സംഘടനക്കാർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല. എന്താ കാരണം? പെണ്ണിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അങ്ങനെ നിയമം വെച്ചത്. പെണ്ണെന്ന് പറഞ്ഞാൽ ആണിനെ പോലല്ലോ. അത് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാം. ഇതിനെ ഗേൾസ് സ്കൂൾ, പെൺകുട്ടികൾക്ക് മാത്രം പഠിക്കാൻ എന്താ, കുറച്ചും കൂടി സുരക്ഷ ഉറപ്പുവരുത്താനാണ്, ശല്യങ്ങൾ പരമാവധി ഒഴിവാകാനാണ്. അല്ലെ? ആണ് പെണ്ണ് എന്ന് വേർതിരിക്കാൻ തന്നെ കാരണം ഒരുപാട് അന്തരം പരസ്പരം ഉണ്ടായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആണ് പെണ്ണ് എന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ട ആവശ്യമില്ല, രണ്ടും കൂടി കൂട്ടിയിട്ട് ആപ്യാന്നാക്കിയാൽ മതി. ആണിന്റെ ആയും പെണ്ണിന്റെ പേയും എടുത്തിട്ട് അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. പഞ്ചായത്ത് നിന്നിട്ട് മുകൾക്ക് പോയിട്ടില്ല സംവരണം, നമുക്കറിയാലോ, നമുക്കറിയാലോ അല്ലേ? ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറയുന്ന ആളുകളും ഈ കാര്യം സമ്മതിക്കും. മന്ത്രിമാരുടെ എണ്ണത്തിൽ ആണും പെണ്ണും ഒരുപോലെ അല്ലല്ലോ.
ഒരിക്കലുമല്ല. പഞ്ചായത്ത് പോലെ അവിടെ അങ്ങോട്ട് മുകൾക്ക് കയറുന്നില്ല. പെണ്ണിനും സ്ഥാനം കൊടുക്കണം എന്ന് പറയുന്ന ഒരുപാട് സംഘടനകളുണ്ട്. ഒരുപോലെയാണെന്ന് പറയുന്നവരുണ്ട്. ഇസ്ലാമിന്റെ ചില നിയമങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ, എത്ര പെണ്ണുങ്ങളുണ്ട്? പ്രസിഡന്റ് ഉണ്ടോ? ജനറൽ സെക്രട്ടറി ഉണ്ടോ? ഇല്ലല്ലോ. എന്താ കാരണം? ഒരുപാട് വ്യത്യാസമുണ്ട് തന്നെ. ആണുങ്ങളെപ്പോലെ പെണ്ണുങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ആ പരസ്പരമുള്ള അന്തരം അത് ആരും അംഗീകരിക്കും. എല്ലാ വിഷയത്തിലും കാണും. എന്തുകൊണ്ടാ ഒരു വീട് റൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കേസിൽ എന്തുകൊണ്ട് പുരുഷ പോലീസുമാർ പാടില്ല? അല്ലെങ്കിൽ അവരോട് കൂടെ എന്തുകൊണ്ട് വനിതാ പോലീസുകാരെ നിർബന്ധമായി? വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണല്ലോ. ഒരു വനിതാ പോലീസിന്റെ അസാന്നിധ്യത്തിൽ ഒരിക്കലും ഒരു പെണ്ണിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ നിയമം? എന്താ കാരണം? ആണും പെണ്ണും ഒരുപാട് അന്തരം ഉണ്ടായതുകൊണ്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് വനിതാ കമ്മീഷൻ വന്നത്. പുരുഷ കമ്മീഷൻ ഇല്ലല്ലോ. ഇല്ല. പുരുഷന്മാർക്കും ഒരുപാട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് വനിതാ കമ്മീഷന് പ്രത്യേകം വരാൻ കാരണം? ആണും പെണ്ണും അന്തരമുണ്ടായതുകൊണ്ട് പെണ്ണിന് ചില പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് പരിഹരിക്കപ്പെടാനാണ്. അതുകൊണ്ടാണ് പെണ്ണിന് അള്ളാഹു താല സ്ഥാനം നൽകുക. പെണ്ണെന്ന് പറഞ്ഞാൽ പളുങ്കല്ലേ. പെണ്ണിന് അള്ളാഹു താല വലിയ സ്ഥാനം കൊടുത്തു, സൗന്ദര്യത്തിന്റെ വിഷയത്തിലും മറ്റുമൊക്കെ. അതുകൊണ്ട് അവൾ പീഡിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. അതുകൊണ്ട് അവരുടെ വിഷയത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. ആ നിയന്ത്രണങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടാൻ യുക്തമായ നിലപാടുകളാണ്. അതുകൊണ്ടാണ് ഇസ്ലാം അങ്ങനെ വെച്ചത്. ആനുകാലിക സംഭവങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ വളരെ വ്യക്തമായി ബോധ്യപ്പെടും. ആണുങ്ങൾ പോകുന്നത് പോലെ രാത്രിയൊന്നും ഇന്ന് പെണ്ണുങ്ങൾക്ക് യാത്ര പോകാൻ പറ്റാത്തൊരവസ്ഥ. എന്താ കാരണം? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ആണുങ്ങളുടെ മുന്നിലെങ്ങാനും ഇവർ പെട്ടുപോയാൽ ആ പുരുഷന്മാരെ നിയന്ത്രിക്കുന്നത് ലഹരിയാകും. അവർ എന്തിനും തയ്യാറാകും. ബലാത്സംഗം ചെയ്യാനും, എന്നിട്ട് കൊലപാതകം നടത്താനും, എന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കാനും വരെ അവർ തയ്യാറാകും. കാരണം അവർ ലഹരിയിലാവും. കേസും കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കൊള്ളും. അല്ലെങ്കിൽ തന്റെ പെങ്ങളെ, തന്റെ മകളെ, തന്റെ അമ്മയെ, തന്റെ ഉമ്മയെ, സഹോദര, അവരൊക്കെ ചിന്തിക്കുന്നത് ബോധം വന്നതിന്റെ ശേഷം. ഏത് ഭീരുവിനും ശൂരത്വം നൽകും ലഹരി വസ്തുക്കൾ. ഇരുട്ടിന്റെ മറവിൽ അത് ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പെണ്ണുങ്ങൾക്ക് പോകാൻ കഴിയുമോ സഹോദര? ഇല്ല. അതുകൊണ്ടാണ് അവരുടെ കാര്യത്തിൽ പ്രത്യേകം തീരുമാനങ്ങൾ വന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഈ വിഷയത്തിലും അതുകൊണ്ട് തന്നെ അള്ളാഹു അങ്ങനെ പറഞ്ഞു. ഇനി നോക്കൂ, ഫൈമാലിം തുമോഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊൻ. തുടർന്ന് അള്ളാഹു പറയാണ്, ഇനി അവർ മുഅ്മിനാത്തുകളാണ്, യഥാർത്ഥ വിശ്വാസിനികളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവരെ ഒരിക്കലും സത്യനിഷേധികളിലേക്ക് നിങ്ങൾ മടക്കി അയക്കരുത്. നിങ്ങൾ ഹുദൈബിയയിൽ തയ്യാറാക്കിയ ആ വ്യവസ്ഥ അനുസരിച്ച് ആണുങ്ങളെ മടക്കി അയക്കുന്നത് പോലെ പെണ്ണുങ്ങളെ ഒരിക്കലും നിങ്ങൾ മടക്കി അയക്കാൻ പാടില്ല. ലാഹുന്ന ഹില്ലുൽ ലഹും. ആ പെണ്ണുങ്ങൾ ഒരിക്കലും ഇനി അവർക്ക് അനുവദനീയമല്ല. വലാഹും യഹില്ലൂന ലഹും. അവർ ഒരിക്കലും ആ സ്ത്രീകൾക്കും അനുവദനീയമല്ല. അവർ ഇസ്ലാം സ്വീകരിക്കലോടുകൂടെ ഇനി അവരുടെ ഭർത്താക്കന്മാർക്ക് അവർക്ക് ആ ഭർത്താക്കന്മാരും എന്തല്ല അനുവദനീയമല്ല. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഒരിക്കലും അവരെ മടക്കി അയക്കാൻ പാടില്ല. അവർ ചെലവഴിച്ചതിന് നിങ്ങൾ കൊടുത്തോളൂ. അതായത് ഇപ്പോൾ ഒരു പെണ്ണ് വന്നു അള്ളാഹുവിന്റെ വിശുദ്ധ മതത്തിലേക്ക്, പിറകെ ആ പെണ്ണിന്റെ ഭർത്താവ് വന്നു സങ്കല്പിക്കുക. അള്ളാഹുവിന്റെ വിശുദ്ധ മതത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് വന്ന പെണ്ണാണെങ്കിൽ മടക്കി അയക്കണ്ട. ആ വന്ന ആള് ആ മുസ്ലിം സഹോദരൻ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ടോ? ഇതൊക്കെ അന്ന് പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങിയതാട്ടോ. ചെലവഴിച്ചത് അത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ചിലപ്പോ മഹർ കൊടുത്തിട്ടുണ്ടാവും, അത് തിരിച്ചു കൊടുക്കണം. നോക്കി നിങ്ങൾ നീതി. അവൻ എന്തെങ്കിലുമൊക്കെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. വലാ ജുനാഹ അലൈക്കും മൻ തൻകിഹൂൻ. അങ്ങനെ വന്ന ആ മുഅ്മിനാത്തുകളെ, വിശ്വാസിനികളെ നിങ്ങൾക്ക് വിവാഹം ചെയ്യുന്നതിന് കുഴപ്പമില്ല.
അവരെ ശത്രുക്കൾക്ക് സത്യനിഷേധികൾക്ക് വിട്ടുകൊടുക്കരുത്. ഇനി അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. എപ്പോ ഇദാ ആതൈതുമൂഹുന്ന ഉജൂറഹുൻ, അവർക്കുള്ള മഹർ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അവർക്ക് മഹർ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ വിവാഹം കഴിക്കാം. വലാ തുംസികൂ ബിഇസ്മിൽ കവാഫിർ, സത്യനിഷേധികളുടെ വിവാഹ ബന്ധത്തിൽ ഒരിക്കലും തുടരാൻ പാടില്ല, അതിനെ പിടിക്കാൻ പാടില്ല. വസ്അലൂ മാ അൻഫഖ്തും വസ്അലൂ മാ അൻഫഖ്തും, അവർ ചെലവഴിച്ചതിനെ, നിങ്ങൾ ചെലവഴിച്ചതിനെ ചോദിച്ചോളൂ. വൽയസ്അലൂ മാ അൻഫഖൂ, അവർ ചെലവഴിച്ചതിനെ അവരും ചോദിക്കട്ടെ. അതായത് വന്ന അവിശ്വാസികൾക്ക് അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ചോദിക്കാം, അവർ ചെലവഴിച്ചതൊക്കെ തിരിച്ചു ചോദിക്കാം, അത് കൊടുക്കാം. ഇനി നമ്മളെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ട് പോയാലും അങ്ങനെ തന്നെയാണ്, നമ്മൾ ചെലവഴിച്ചത് ഇങ്ങോട്ടും വേണം. ദാലികും ഹുക്മുല്ലാഹ്, അത് അള്ളാഹുവിന്റെ നിയമമാണ്. യഹ്കുമു ബൈനകും, അത് നിങ്ങൾക്കിടയിൽ അള്ളാഹു വിധിക്കുന്ന നിയമമാണ്. വല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, അവൻ അഗാധജ്ഞാനിയാണ്. വഇൻ ഫാതകും ശൈഉം മിൻ അസ്വാജികും ഇലൽ കുഫാർ, നിങ്ങളുടെ ഇണകളിൽ നിന്ന് ചിലർ സത്യനിഷേധികളിലേക്ക് പോയാൽ, ഇനി അങ്ങനെ സംഭവിക്കാലോ, നമ്മുടെ ഭാര്യ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ച് അങ്ങോട്ട് പോയി, ഫഅഖബതും, അനന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ, ഫആതുല്ലദീന ദഹബത് അസ്വാജുഹും മിസ്ല മാ അൻഫഖൂ, ഏതൊരുത്തരുടെ ഇണകൾ പോയി അവർ ചെലവഴിച്ചതുപോലെയുള്ളത് നിങ്ങൾ നൽകിക്കോളൂ. അതായത് ഒരു സത്യവിശ്വാസിയുടെ ഭാര്യ സത്യനിഷേധിയായി പോയി, അയാള് മഹറും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു, അതൊന്നും തിരിച്ചു കിട്ടിയില്ല. എന്നാൽ ഗനീമത്ത് മുതലിൽ നിന്ന് അല്ലെങ്കിൽ പൊതു ഖജനാവിൽ നിന്ന് അതെടുത്ത് കൊടുക്കണമെന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ സഹോദരന്റെ ഭാര്യ പോയപ്പോ മുതലൊക്കെ കൊണ്ടുപോയി കൂട്ടി, എന്നാൽ അത് നമ്മൾ എടുത്തു കൊടുക്കണം. പോട്ടെ, കാരണം എന്താ, മനസ്സിൽ ഉറക്കാതെ ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, നിർബന്ധിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. വത്തഖുല്ലാഹല്ലദീ അൻതും ബിഹി മുഅ്മിനൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ ഏതൊരു അല്ലാഹുവിനെ കൊണ്ടാണോ വിശ്വസിച്ചത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇനി പെണ്ണുങ്ങള് ആദ്യകാലത്തൊക്കെ ബൈഅത്ത് ചെയ്യുക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംഗതി. ഇന്ന് ബൈഅത്തൊക്കെ വഴിമാറുന്നുണ്ട്. തരീഖത്തിന്റെ ചില കള്ളത്തരീഖത്തുകാരൊക്കെ പെണ്ണുങ്ങളെ കൊണ്ട് വരെ ബൈഅത്ത് ചെയ്യിപ്പിക്കുന്നു. സഹോദര, ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ബൈഅത്തുണ്ടായിരുന്നു, ബൈഅത്ത് ചെയ്തിരുന്നു. ഒരുപാട് ബൈഅത്തുകളുണ്ട്. ആദ്യകാലത്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വരുന്നവർ നബിയോട് ബൈഅത്ത് ചെയ്തിരുന്നു. നബുവത്തിന്റെ 12ാമത്തെ വർഷം ജംറത്തുൽ അഖബയുടെ അരികെ വെച്ച് 12 അൻസാറുകൾ നബിയോട് ബൈഅത്ത് ചെയ്തു. അതൊരു സംഭവമാണ്. ബൈഅത്ത്, ഉടമ്പടി ചെയ്യാം, മരിക്കുന്നത് വരെ അള്ളാഹിന്റെ വിശുദ്ധ ദീനിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞ് ഒരു ബൈഅത്ത്. നബുവത്തിന്റെ 13ാം വർഷം ഔസ് ഹസ്റജ് ഗോത്രക്കാരിൽപ്പെട്ട 73 പുരുഷന്മാരും അതുപോലെ 2 സ്ത്രീകളും സഹോദര നബിയോട് ബൈഅത്ത് ചെയ്തു. സ്ത്രീകൾ ബൈഅത്ത് ചെയ്യുന്ന കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. ആണുങ്ങൾ നബിയുടെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യും. അതേസമയം സ്ത്രീകൾ സഹോദര ഒരിക്കലും അങ്ങനെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യൂല. ഇതാ ഇവിടെ അല്ലാഹു തആല അടുത്ത ആയത്തിൽ പറയുന്നു, യാ അയ്യുഹൻ നബി ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഉനക അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ വലാ യസ്രിഖ്ന വലാ യസ്നീന വലാ യഖ്തുൽന ഔലാദഹുൻ വലാ യഅ്തീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന അയ്ദീഹിന്ന വഅർജുലിഹിന്ന വലാ യഅ്സീനക ഫീ മഅറൂഫ് ഫബായിഉഹുന്ന വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ് ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സുപ്രധാനമായ ആയത്താണ്. യാ അയ്യുഹൻ നബി, ഓ നബിയേ. ആ പ്രയോഗം നോക്കണം, നബിയുടെ മഹത്വത്തിലേക്ക് അറിയിക്കുന്നു. യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല, യാ മൂസ എന്ന് വിളിച്ച പോലെ, യാ ദാവൂദ് എന്ന് വിളിച്ച പോലെ,
യാ സുലൈമാൻ എന്ന് സുലൈമാൻ നബിയെ വിളിച്ച പോലെ, യാ ഈസ എന്ന് ഈസ നബിയെ വിളിച്ച പോലെ, യാ അയ്യൂബ് അയ്യൂബ് നബിയെ വിളിച്ചതുപോലെ, യാ ഹൂദ് ഹൂദ് നബിയെ വിളിച്ച പോലെ, യാ സാലിഹ് സാലിഹ് നബിയെ വിളിച്ചതുപോലെ, യാ ഇല്യാസ് ഇല്യാസ് നബിയെ വിളിച്ചതുപോലെ, യാ യൂനുസ് യൂനുസ് നബിയെ വിളിച്ചതുപോലെ. നമ്മുടെ നബിയെ മാത്രം പേര് വിളിച്ചു. നമ്മുടെ നബിയെ ഒരിക്കലും അല്ലാഹു പേര് വിളിച്ചില്ല. മിഅ്റാജിന്റെ യാത്രയിൽ പോലും അസ്സലാമു അലൈക അയ്യുഹൻ നബി, നബിയോട് സംസാരിച്ചപ്പോൾ അല്ലാഹു അങ്ങനെ പറഞ്ഞത്, അസ്സലാമു അലൈക അയ്യുഹൻ നബി, ഓ നബിയെ അങ്ങയുടെ മേലിൽ രക്ഷയുണ്ടാകട്ടെ, അങ്ങനെ പറഞ്ഞത്. ഖുർആനിൽ നോക്കൂ എത്ര വിളികൾ. ഒരിക്കലും വിളിച്ചില്ല. റസൂലുള്ളാഹിന്റെ മഹത്വ നേരെ പേര് വിളിച്ചില്ല, പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്ന പേര് നേരെ വിളിച്ചില്ല. ഇവിടെ വിളിക്കുന്നത് യാ അയ്യുഹൻ നബി, ഓ നബിയേ, ഇദാ ജാഅകൽ മുഅ്മിനാതു യുബായിഅനക, നബിയേ സത്യവിശ്വാസിനികൾ അങ്ങയുടെ അരികെ വന്നാൽ എന്തിന്? അങ്ങയോട് ഉടമ്പടി ചെയ്യാൻ. ഏത് വിഷയത്തിൽ? അലാ അല്ലാ യുശ്രിക്ന ബില്ലാഹി ശൈആ, അല്ലാഹുവിനോടുകൂടെ ഒന്നിനെയും ശിർക്ക് സ്ഥാപിക്കില്ല, ശിർക്ക് വെക്കില്ല, ശൈർ സ്ഥാപിക്കില്ല എന്ന വിഷയത്തിൽ അങ്ങയോട് ഉടമ്പടി ചെയ്താൽ, ഉടമ്പടിക്ക് വന്നാൽ. സത്യവിശ്വാസിനികൾ അങ്ങയുടെ അരികെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. ഏത് വിഷയത്തിൽ? അല്ലാഹുവിനോടുകൂടെ ഒന്നിനെയും പങ്കു ചേർക്കില്ല എന്ന വിഷയത്തിൽ. അങ്ങനെ തന്നെയുള്ള ഉടമ്പടി ചെയ്യേണ്ടത്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത കാര്യമാണ് ശിർക്ക്. ആ വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതനെ പെണ്ണുങ്ങൾ അങ്ങയുടെ മേലിൽ അങ്ങയുടെ അരികെ വന്ന് എന്തിനു വന്നു? സത്യവിശ്വാസിനികൾ അങ്ങനെ കരാറ് ചെയ്യാൻ, ഉടമ്പടി ചെയ്യാൻ, ബൈഅത്ത് ചെയ്യാൻ വന്നാൽ, വലാ യസ്രിഖ്ന, ഒരിക്കലും മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നോക്കൂ, മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബൈഅത്തിന് വന്നാൽ, വലാ യസ്നീൻ, ഒരിക്കലും അവർ വ്യഭിചരിക്കില്ല. എന്തൊക്കെ കാര്യങ്ങൾ? അല്ലാഹുവിനോട് ഒന്നിനെയും ശിർക്ക് വെക്കില്ല, ഒരിക്കലും കളവ് നടത്തില്ല, ഒരിക്കലും വ്യഭിചാരം ചെയ്യൂല, വലാ യഖ്തുൽന ഔലാദഹുന്ന, ഒരിക്കലും സന്താനങ്ങളെ വധിച്ചു കളയില്ല, വലാ യഅ്തീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിൻ, മനഃപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ഒരു കള്ളവാദവും ഒരിക്കലും ഉന്നയിക്കുകയില്ല എന്നുള്ള വിഷയത്തിലും ഉടമ്പടി ചെയ്യാനും ബൈഅത്ത് ചെയ്യാൻ നബിയെ താങ്കളുടെ അരികെ വന്നാൽ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറയാൻ, വലാ യഅ്സീനക ഫീ മഅ്റൂഫ്, നല്ല കാര്യങ്ങളിൽ നബിയെ ഒരിക്കലും അങ്ങയോട് അനുസരണക്കേട് കാണിക്കില്ല, അറിയപ്പെട്ട കാര്യങ്ങളിൽ അങ്ങയോട് ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല, എതിര് പ്രവർത്തിക്കില്ല എന്നും അവർ ഉടമ്പടി ചെയ്താൽ, ഫബായിഉഹുൻ, അങ്ങനെയുള്ളവരോട് നബിയെ അങ്ങ് ഉടമ്പടി ചെയ്തോളൂ, അവരോട് ബൈഅത്ത് ചെയ്തോളൂ. അങ്ങനെ ഒരുപാട് പെണ്ണുങ്ങൾ വന്നു. റസൂലുള്ളാഹിന്റെ അരികിലേക്ക് പെണ്ണുങ്ങൾ വന്നു, നബിയെ ഞങ്ങൾ ആണുങ്ങൾ ബൈഅത്ത് ചെയ്യുന്നത് പോലെ ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നതാ. പെണ്ണുങ്ങൾക്കൊക്കെ ഒരു മോഹം അള്ളാഹിന്റെ റസൂലിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്യാൻ. പക്ഷേ റസൂൽ അവരോട് വാക്കാൽ അവരുടെ ഉടമ്പടി വാങ്ങി, എന്തും ചെയ്തില്ല, കൈപിടിക്കാൻ തയ്യാറായില്ല. ആയിഷ റളിയല്ലാഹു അൻഹ അതിനെപ്പറ്റി ചോദിച്ചപ്പോ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് പറ്റൂല, ഞാനൊരിക്കലും പെണ്ണുങ്ങളുടെ അന്യ പെണ്ണുങ്ങളെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യില്ല. വലിയ മാതൃകയാണ് കാണിച്ചത്. സഹോദരാ, അത് ഒരിക്കലും ഒരു വിവേചനമല്ല. അത് അന്നം തിന്നുന്ന ആളുകൾക്കറിയാം അതൊരു വിവേചനമല്ല, അല്ലേ? നമ്മൾ നോക്കൂ, സത്യവിശ്വാസികൾ അന്യോന്യം കണ്ടുമുട്ടിയാൽ സലാം പറയാറുണ്ട്. സലാം പറയുമ്പോ സഹോദരാ നമ്മൾ മുസാഫഹത്ത് ചെയ്യാറുണ്ട്. ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ നല്ലൊരു കാര്യമാണ്, അല്ലേ? നമ്മളിപ്പോ പരസ്പരം സലാം പറയുമ്പോൾ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ പിന്നെ നമ്മളെ കൈ പരസ്പരം രണ്ട് കൈകൾ വേർപിരിയുമ്പോഴേക്ക് അതിന്റെ ഇടയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ പൊറുക്കപ്പെടും. എന്നാൽ അതേ സമയത്ത് വെയിറ്റിംഗ് ഷെഡിൽ ഒരു മുസ്ലിം സഹോദരൻ നിൽക്കുന്നുണ്ട്, ഒരു മുസ്ലിം സഹോദരൻ നിൽക്കുന്നുണ്ട്. ഒരു അന്യ പുരുഷനെ വന്നിട്ട് ആ പെണ്ണിന്റെ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും എന്നാ ആ മുസ്ലിം സഹോദരൻ ഓനിട്ട് തല്ലും, ആ പെണ്ണിനെ അപമാനിക്കാൻ ശ്രമിക്കാം, അല്ലെ? എല്ലാവർക്കും അറിയാം. അതല്ലാതെ അവിടെയും പെണ്ണുങ്ങൾക്ക് വിവേചനം എന്ന് ആരെങ്കിലും പറയോ? ഒരു അന്യ പുരുഷനെ വന്നിട്ടൊരു പെണ്ണിന്റെ കൈ പിടിച്ച് അസ്സലാമു അലൈക്കും എന്നാ പെണ്ണ് കൈവരിക്കും, ഒച്ചപ്പാടുണ്ടാക്കും, ബഹളുണ്ടാക്കും. എന്നാ ഓനെ ശരിയാക്കാൻ എല്ലാവരും കൂടും. മൂർഖമാവിന്റെ തച്ചെല്ലാം എല്ലാവരും കൂടും പോലെ ആയിരിക്കും.
എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയുന്നത് സഹോദരാദി വിവേചനമില്ല, അത് സ്ത്രീ സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. മനുഷ്യന്മാരല്ലേ, മനസ്സ് തെറ്റുമല്ലെങ്കിൽ. അതുകൊണ്ടാണ് ഇവിടെ നോക്കുക, റസൂലുള്ളാഹി തങ്ങൾ ബൈഅത്ത് അവരുടെ കൈ പിടിച്ച് ചെയ്തിലാണ്. പെണ്ണുങ്ങൾ ഒരുപാട് വന്നു. ഹിന്ദു വന്നില്ലേ? ആരാ ഹിന്ദു? റസൂലുള്ളാഹിന്റെ പിതൃകന്റെ കരള്, റസൂലുള്ളാഹിന്റെ പിതൃകനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരള് കടിച്ചു തുപ്പിയ പെണ്ണാണത്. സുബ്ഹാനല്ലാഹ്. ആ പെണ്ണ് നബിയുടെ അരികിലേക്ക് വന്നില്ലേ ഇസ്ലാം സ്വീകരിക്കാൻ? അരങ്ങൊന്നാലോചിച്ചു. താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ മൂത്താത്ത ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി എറിഞ്ഞ് വീഴ്ത്തി ആരോ വാഴ്ച. എന്നിട്ട് ഹംസ റളിയല്ലാഹുവിനുള്ള വെറുപ്പിന്റെ ആഴ നെഞ്ചിന് പൊളിച്ചിട്ട് കരള് പുറത്തെടുത്തിട്ട് കടിച്ചു തുപ്പി. അത്രമാത്രം വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹ് ഹിദായത്ത് ഉദ്ദേശിച്ചാത്ത സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറാണത് യഥാർത്ഥത്തിൽ. അതാണ്. അതുകൊണ്ട് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആ ഹിന്ദു എന്ന് പറഞ്ഞ പെണ്ണ് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലേക്ക് വരിക, പിന്നെ ഭയങ്കര ആത്മാർത്ഥത. അതുകൊണ്ടാണല്ലോ വരുന്ന ആളുകൾക്ക് അത് ഉറക്കണം. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിനെ സംബന്ധിച്ച് കലിമത്തുൽ തൗഹീദ്, കലിമത്തുൽ ഇഖ്ലാസ് എന്ന് പറയാം. അത് ഇഖ്ലാസിന്റെ വചനമാണ്. അത് കലിമത്തുൽ ഇസ്ലാം എന്ന് പറയാം. അത് ഇസ്ലാമിന്റെ വചനമാണ്. അത് കലിമത്തുൽ തഖ്വ എന്ന് പറയാം. അത് വിശുദ്ധിയുടെ വചനമാണ്. അത് കലിമത്തുൽ ഉലിയ എന്ന് പറയാം. അത് ഉന്നതമായ സ്ഥാനമുള്ള വചനമാണ് സഹോദര. ഒരുപാട് പേരുകൾ അതിലുണ്ട്. അലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ നിന്ന് ഓർക്കുമ്പോഴാണ് സഹോദര ഇവർ നബിയുടെ അരികെ വരുന്നത്. എന്നിട്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി ആണുങ്ങൾ വരുന്നത്. പെണ്ണുങ്ങളും അവര് നാവ് കൊണ്ട് സ്പർശനം മുഖേനയല്ല. എന്തൊക്കെയാ അവർ പറയുന്നത്? നല്ല ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു. ഒന്നെന്താ? അള്ളാഹുവിനോടുകൂടെ ഒരിക്കലും ശിർക്ക് വെക്കില്ല. അള്ളാഹ് ഒരിക്കലും പൊറുക്കാത്ത കാര്യ. അള്ളാഹുവിനോടുകൂടെ ഒരിക്കലും ശിർക്ക് വെക്കില്ല. വലാ യസ്രിഖ്ന മോഷണം നടത്തില്ല. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ മോഷണം നടത്തുന്നവരുണ്ടാവും. പെണ്ണുങ്ങൾ പറയാണ് ഒരിക്കലും കക്കൂല. ഉടമ്പടി ചെയ്യാൻ വന്നിരിക്കുകയാണ്. കളവ് എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിന് വലിയ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ടാവും കളവ് നടത്താനും മോഷണം നടത്താനും. ഈ ക്യാമറകളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് സമാധാനമാണ്. അല്ലെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് കട്ടുപോകും. ഇപ്പൊ വിദഗ്ധമായി കക്കുന്ന നമുക്ക് കാണാം, CCTV-യിൽ ഇങ്ങനെ കാണാം. പിന്നെ അതിപ്പോ ഈ സോഷ്യൽ മീഡിയയിലാണ് കൊടുത്തു കഴിഞ്ഞാൽ കള്ളനെ പിടിക്കാനും എളുപ്പമാണ്. അങ്ങനെ കുറെ നല്ല വശങ്ങളുണ്ട് അതിൽ. എന്നാൽ ഒരാളെ എത്രമാത്രം വെറുതെ എന്താക്കാം, വഷളാക്കാൻ, അപമാനിക്കാൻ, അതിനും സോഷ്യൽ മീഡിയകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കും. ഓരോന്ന് റബ്ബ് വെറുതെ വിടൂല. ഒരാളെ മാനം കെടുത്താൻ എന്തൊക്കെ തമാശകളൊക്കെ അതിര് വിട്ടുപോകാൻ. ഒരാളെ ശരിയാക്കണ്ട. മയ്യത്തിന് മുന്നിൽ വെച്ച് പറയുമ്പോ ബുദ്ധിമുട്ടാവും. നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. സഹോദര, ഇവർ നോക്കൂ, മോഷണം നടത്തില്ല. അതുപോലെ ഒരിക്കലും വ്യഭിചരിക്കില്ല. വ്യഭിചാരം ഭയങ്കര പ്രശ്നമാണ്. അത് വലിയ തെറ്റാണത്. ഈമാന് പോലും നഷ്ടപ്പെടാൻ കാരണമാകാൻ സാധ്യതയുണ്ട്. കള്ളും അതുപോലെ വ്യഭിചാരം അത്രക്കും ഗുരുതരമായ പ്രശ്നം. പിന്നെ ഇതിന്റെയൊക്കെ പുറമെ അള്ളാഹു മാരക രോഗങ്ങൾ നൽകിയിട്ട് ദുന്യാവിൽ തന്നെ പരീക്ഷിക്കും. അതുപോലെ സഹോദര, ആദ്യകാലത്തുണ്ടായിരുന്നൊരു പ്രശ്നമാണ് ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് കുട്ടികളെ കൊല്ലുക, നിർദ്ദയം കൊല്ലുക. ഗർഭിണിയാകുക എന്ന് പറഞ്ഞാൽ വിഷമാണ്. ആൺകുട്ടി അല്ലെങ്കിൽ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നാണ്. പ്രസവിക്കാൻ ഇന്നത്തെ പോലെ ആശുപത്രികളൊന്നുമില്ല. ചിലർ പ്രസവിക്കുമ്പോഴത്തേനെ കുഴിയുടെ അരികിലേക്കാ പോവാ. പ്രസവിക്കപ്പെട്ട കുട്ടി പെൺകുട്ടിയാണെങ്കിൽ ജീവനോടെ ആ കുട്ടിയെ കുഴിയിലേക്ക് തള്ളി മണ്ണും കല്ലും വാരിയിട്ട് തിരിച്ചുപോയി. ആൺകുട്ടിയാണെങ്കിൽ ലോകം മുഖം പ്രകാശിച്ചു. പെണ്ണുങ്ങൾ വരെ അതിനെ കൂട്ടുനിൽക്കും. പെൺകുട്ടികൾ ഒരു അപമാനമായിട്ട് ഓർക്കണം. അള്ളാഹു പറയുന്നത് നബിയാ, സത്യവിശ്വാസികൾ ബൈഅത്ത് ചെയ്തത് ഒരിക്കലും കുട്ടികളെ കൊല്ലില്ല. ദാരിദ്ര്യത്തെ ഭയന്ന് ഒരിക്കലും കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്നാണ് കുടുംബാസൂത്രണം പോലും. കാരണം ഇതൊക്കെ അന്നം കൊടുക്കുന്നതാരാ? അള്ളാഹു. നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് ഒരു കുട്ടി മാത്രം അല്ലെങ്കിൽ 2 മക്കൾ മാത്രം, അതിനപ്പുറത്ത് പാടില്ല എന്നൊക്കെ തീരുമാനിച്ച് നിയമം കർശനമാക്കിയ രാജ്യങ്ങളുണ്ട്. അവസാനം എന്താ സംഭവിച്ചത്? രാജ്യത്ത് വൃദ്ധന്മാർ അധികരിച്ചു. ചെറുപ്പക്കാരില്ലാതായി. ചെറുപ്പക്കാരല്ലേ ഒരു രാജ്യത്തിന്റെ സമ്പത്ത്.
ചില രാജ്യങ്ങൾ, ചില രാഷ്ട്രങ്ങളിൽ അവസാനം ആ നിയമത്തിൽ ഭേദഗതി ചെയ്യേണ്ടി വന്നു. അവർ ഒരാൾക്ക് 2 മക്കൾ മാത്രം, അല്ലെങ്കിൽ നാം 2 നമുക്ക് 2 എന്നാണ് പ്രചാരണം. നാം 1 നമുക്കൊന്ന് എന്നായി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ നാം 1 നമുക്ക് വേറെ ആരുമാണ്, നമ്മൾ മാത്രം മതി എന്നുള്ള അവസ്ഥയ്ക്ക് 2 ആളുകൾ. ഒരു ഡോക്ടർ വരുന്ന ആളുകളൊക്കെ, രോഗികളോടൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ച് 4 കുട്ടികൾ 5 കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അവരെ പരിഹസിക്കുക. അവസാനം ഡോക്ടർക്ക് 2 മക്കളാണ്, 2 മക്കളും ആക്സിഡന്റിൽ മരിച്ചു. ആലോചിച്ചു നോക്ക് സഹോദര, എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഏതായിരുന്നാലും കുട്ടികളെ കൊല്ലാൻ പാടില്ല. ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് ചില ആളുകൾ മക്കളെ കൊന്നുകളഞ്ഞു. അതിനെപ്പറ്റി അള്ളാഹു പ്രത്യേകം പറയാണ്. ഷെയ്ഖ് ഖുർആൻ വേറെ ചില ആയത്തുകൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞെന്ന് മാത്രമല്ല, പെൺകുട്ടികളെ വീട്ടിന്റെ ബർക്കത്തും റഹ്മത്തുമാണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാന്റെ തിരുദൂതരിലൂടെ ആ കാര്യം ശരിക്ക് പഠിപ്പിച്ചില്ലേ. ഫാത്തിമ എന്ന് പറഞ്ഞ പെണ്ണിനെ നബി ശരിക്കണം വളർത്തി കാണിച്ചു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് റസൂല് പറഞ്ഞു. എത്ര വലിയ മാറ്റം വരുത്തും. മുസ്ലിങ്ങളല്ല പെൺകുട്ടികളെ കുഴിച്ചിട്ട് അത് തെറ്റിദ്ധരിക്കരുത്. ചില ആൾക്കാരൊക്കെ കാരണം ഇസ്ലാമിന്റെ ആദ്യകാലത്ത് പെൺകുട്ടികളെ കുഴിച്ചിട്ടിരുന്നു നമ്മൾ ആൾക്കാർ. അങ്ങനല്ല സഹോദര. റസൂല് വരുമ്പോ അതുപോലെ വിശുദ്ധ ഖുർആൻ വരുമ്പോ അങ്ങനെ ഒരു ചുറ്റുപാടുണ്ടായിരുന്നു. റസൂലും ഖുർആനും അത് മാറ്റി. ഒരിക്കലും ആ തമ്മാടിത്തരം ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. അങ്ങനെയാണ്. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ല എന്നുള്ള വിഷയത്തിൽ വരെ യോഗം നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളല്ല. സ്ത്രീകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി അജണ്ട അതാണ്. യോഗത്തിന്റെ അജണ്ട അതാണ്. അങ്ങനെ ചില പുരോഹിതന്മാർ യോഗം ചേർന്നിട്ടുണ്ട്. ഇസ്ലാമിൽ അങ്ങനെ ഒരു സംവിധാനമല്ല. പെണ്ണിന് പെണ്ണിന്റെ അവകാശങ്ങളുണ്ട്, ആണിന് ആണിന്റെ അവകാശങ്ങൾ. ഭാര്യയ്ക്ക് ചില അവകാശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭർത്താവിൽ നിന്ന് കിട്ടാനുള്ളതാവും. ഭർത്താവിന് ചില അവകാശങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭാര്യയിൽ നിന്ന് കിട്ടാനുള്ളതാവും. ഭർത്താവിന് ചില ബാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ അത് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ളതാണ്. ഭാര്യയ്ക്ക് ചില ബാധ്യതകളുണ്ട്, അത് ഭർത്താവിന് ചെയ്തു കൊടുക്കാനുള്ളതാണ്. 2 കൂട്ടർക്കും യോജിച്ചു അളവിനനുസരിച്ച്. എന്നതുപോലെ സഹോദര, എന്തായിരുന്നാലും കുട്ടികളെ വധിക്കുക എന്നുള്ളത് ഒരു കാലത്ത് ജാഹിലിയ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ജാഹിലിയത്തിൽ നിന്ന് തിരിച്ചുവരല്ലേ സഹോദര. ലിംഗനിർണയം നമ്മുടെ രാജ്യം നിരോധിച്ച വിലക്കിയ കാര്യ. എന്നാലും ചില ആളുകൾ ലിംഗനിർണയം നടത്തിയിട്ട് ഗർഭസ്ഥ ശിശു പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ നശിപ്പിച്ചു കളയാ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺകുട്ടികൾക്ക് പ്രസവിക്കപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. സ്ത്രീ പ്രസവിക്കും, കുട്ടി പെൺകുട്ടിയാണോ അപ്പൊ കൊന്നുകളയാം. അപ്പൊ പ്രസവിക്കപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടായി. എന്നാൽ സഹോദര, ഇന്ന് അതിനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ. ജാഹിലിയത്ത് ഉഗ്രരൂപം കൊണ്ട് തിരിച്ചു വരികയാണ്. എല്ലാം അങ്ങനെ തന്നെയല്ല. കൊലപാതകങ്ങളുണ്ടായിരുന്നു ആദ്യകാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ. നമ്മുടെ രാജ്യത്തും അങ്ങനല്ലേ. ഒരു കാസർഗോഡുകാരൻ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിടുന്നതിനെ പറ്റിയുള്ള തർക്കമാണ് അത്രേ കടുത്തറുത്ത് കൊല്ലുന്നതിലേക്ക് എത്തിയത്. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപാതകങ്ങൾ വരെ ഇന്ന് നമ്മളത് കാണുന്നു. മനുഷ്യനെ അടിച്ചു കൊല്ലാൻ ഒരു മടിയില്ല. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ അടിച്ചാണ് കൊല്ലുക. യാതൊരു ഭയമില്ല ആളുകൾക്ക്. നിയമം അതിന്റെ വഴിക്ക് ശരിയായ രൂപത്തിൽ നീങ്ങിയാൽ കുറ്റകൃത്യങ്ങളൊക്കെ ഒഴിവാകും. അവിടെ ഇസ്ലാമിന്റെ ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇസ്ലാം വെച്ച ശിക്ഷ വേണം. ഒരാള് അന്യായമായി മറ്റൊരാളെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലണമെന്നൊരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷനൊക്കെ പൂട്ടേണ്ടി വരും. കേസുണ്ടാവില്ല. അഭിഭാഷകർക്ക് പണി ചുരുങ്ങും. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ നിയമങ്ങളൊന്നും വരാത്തത്. കട്ടവന്റെ കൈമുറിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ എന്തിനാ CCTV? ഒരു കുട്ടിയും കേൾക്കാൻ പോവില്ല, പേടിക്കും, കൈ പോവാന്നുള്ള വേദാനുണ്ടാവും. അപ്പീലുണ്ടായിരുന്നു. കാട്ടൂന്ന് ഉറപ്പ് വന്നാൽ മുറിക്കണം. നിരപരാധികൾക്ക് മുറിക്കും. അതാണ് പേടിയപ്പോ കുറെ നിരപരാധികളായ ആളുകളെ കൊണ്ടുപോയി കൈമുറിക്കും. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ കൃത്യമായി ശിക്ഷ നടപ്പിലാക്കിയാൽ പിന്നെ ഇവിടെ തെറ്റുകൾ ആളുകൾ ചെയ്യോ? ഇല്ല. എന്തായിരുന്നാലും അള്ളാഹു പറയുന്നു, വലാ യഖ്തുൽന ഔലാദഹുന്ന വലാ യഅതീന ബിബുഹ്താനി യഫ്തരീനഹു ബൈന ഐദീഹിന്ന വഅർജുലിഹിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറയാണ്, അവര് മനഃപൂർവ്വം കെട്ടിച്ചമക്കുന്ന
ഒരു കള്ളവാദവും അവർ ഉന്നയിക്കില്ല. അതുകൊണ്ട് ഉദ്ദേശം എന്താ അറിയോ? ഒരു പെണ്ണ് വ്യഭിചാരം നടത്തിയിട്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, എന്നിട്ട് പറഞ്ഞു വ്യഭിചാരം ഞാൻ നടത്തിയിട്ടില്ല, എന്റെ ഭർത്താവിൽ നിന്നുണ്ടായ കുട്ടിയാണ്, ഭർത്താവിന്റെ ബീജത്തിൽ നിന്നുണ്ടായതാണ്, അത് ചിലപ്പോൾ സത്യം ചെയ്യും. അങ്ങനെയുള്ള തെറ്റുകളൊന്നും ഞങ്ങളിന്ന് വരില്ല എന്ന് ആ പെണ്ണുങ്ങൾ ബൈഅത്തിന് വന്നാൽ, അതുപോലെ വലാ യഅ്സീനക ഫീ മഅറൂഫ്, നല്ല കാര്യങ്ങളിൽ ഒന്നും അനുസരണക്കേട് കാണിക്കില്ല. അതായത് പെണ്ണുങ്ങൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അവര് ആരെങ്കിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലൊക്കെ വിളിച്ചു പറഞ്ഞു ഉറക്കാട്ടാശി. അത് പാടില്ല എന്ന് നബി പറഞ്ഞതാ. ഒരു സ്വീകരിച്ചു പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ചില സംഗതികൾ. അതുപോലെ അവര് മുടി പറിക്കും, വസ്ത്രം കീറും, തറയിൽ കിടന്ന് ഉരുളും. അങ്ങനെ സ്ത്രീകളോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രത്യേകം അവർ ചെയ്യുന്നത്. അതൊന്നും ഞങ്ങൾ ചെയ്യൂല. അങ്ങനെ ബൈഅത്ത് ചെയ്താൽ അവരോട് ബൈഅത്ത് ചെയ്തോളൂ, ഉടമ്പടി വാങ്ങിക്കോളൂ. വസ്തഗ്ഫിർ ലഹുന്നല്ലാഹ്, അവർക്ക് വേണ്ടി നബി അങ്ങ് അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോളൂ. അതല്ലോ റസൂലിനോട് ചെന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അതുകൊണ്ടാണ് റൗള ഷരീഫിന്റെ അരികിലൊക്കെ ചെന്ന് നമ്മൾ എന്ത് പറയുന്നത്, റസൂലുള്ളാഹിന്റെ ഹക്ക് കൊണ്ട് പൊറുക്കപ്പെടാനും മറ്റും റസൂലിനോട് പറയുന്നത്. റസൂല് നമുക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ വേഗമല്ല സ്വീകരിക്കും. അത് റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തെന്നോ മരണശേഷമെന്നോ വ്യത്യാസമില്ല, ഏത് സമയത്തും പറ്റും. നിസാ സൂറത്തിലെ സുപ്രധാനമായ ഒരു വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് കാണും. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു അമിതമായി പൊറുക്കുന്നവനാണ്, അതോടുകൂടെ അല്ലാഹു കാരുണ്യവാനുമാകുന്നു. അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്, അല്ലാഹു കാരുണ്യവാനുമാണ്. ഒരൊറ്റ ആയത്ത് കൂടി, ഇത് ആദ്യം പറഞ്ഞതിന്റെ ബാക്കിയാണ്. അതായത് ഈ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദൂ അദുവീ വഅദുവക്കും ഔലിയാ തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദ, സത്യവിശ്വാസികളെ, എന്റെയും നിങ്ങളുടെയും ശത്രുക്കളെ നിങ്ങൾ ഒരിക്കലും മിത്രങ്ങളാക്കരുതേ. എന്നിട്ട് പിന്നെ മധ്യഭാഗത്ത് പറഞ്ഞു, നിങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കാത്ത, നിങ്ങളോട് മമതയിൽ കഴിയുന്ന നല്ല അവിശ്വാസികൾ, അവരുമായിട്ട് നിങ്ങൾ നീതിയോടുകൂടെ വർത്തിച്ചോളൂ, അവരോടുകൂടെ നിങ്ങൾ നല്ല രൂപത്തിൽ അവർക്ക് നന്മ ചെയ്തോളൂ. അള്ളാഹു അതൊരിക്കലും വിലക്കുന്നില്ല. രണ്ടു കൃത്യമായിട്ട് പറഞ്ഞു. അള്ളാഹുവിന്റെ ശത്രുക്കളെ ദീനിന്റെ ശത്രുക്കളെ മിത്രങ്ങളാക്കരുത് എന്നാണ്. എന്നിട്ട് അതൊന്നുകൂടി അള്ളാഹു വ്യക്തമായി പറയാം അവസാനത്തായത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം ഖദ് യഇസൂ മിനൽ ആഖിറതി കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ. അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ. അല്ലാഹു പറയുന്നു, സത്യവിശ്വാസികളെ, ലാ തതവല്ലൗ ഖൗമൻ, ഒരു ജനതയോട് നിങ്ങൾ മൈത്രി ബന്ധത്തിലാകരുത്. ഗളിബല്ലാഹു അലൈഹിം, അവരെ അള്ളാഹു കോപിച്ചിട്ടുണ്ട്, അതായത് അള്ളാന്റെ കോപത്തിന് അവർ പാത്രമായിട്ടുണ്ട്. ഖദ് യഇസൂ മിനൽ ആഖിറ, പരലോകത്തിന്റെ കാര്യത്തിൽ അവർ നിരാശപ്പെട്ടവരാണ്. കമാ യഇസൽ കുഫാറു മിൻ അസ്ഹാബിൽ ഖുബൂർ, ഖബറാളികളുടെ കാര്യത്തിൽ സത്യനിഷേധികൾ അവർ നിരാശപ്പെട്ടതുപോലെ പരലോകത്തിന്റെ കാര്യത്തിലും അവർ നിരാശപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ കോപത്തിനിരയായ അവരോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്തരുത്. ആരാ ഉദ്ദേശം? നേരത്തെ പറഞ്ഞ ശത്രുക്കളാണ് സഹോദര. ഈ വെളിച്ചം കെടുത്താൻ അണിയറയിൽ പലതും ചെയ്യുന്ന ആളുകൾ, കൊലപാതകങ്ങൾക്ക് മടിയില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായവരാ. അവരോട് നിങ്ങൾ മൈത്രി ബന്ധം പുലർത്താൻ പാടില്ല. എന്ന രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ വഷളാകാൻ കാരണം എന്താ? ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്താൽ സഹോദര, പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ എന്തെയും വഷളായിപ്പോവും, വഷളാവും. അവർ തമ്മിൽ പ്രശ്നമാകും, പരസ്പരം വൈരമാവും, അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകും. ഇത് സർവ്വസാധാരണയാണ്. ഇങ്ങോട്ട് ആക്രമിക്കുന്ന സമയം വന്നാൽ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിന്റെ വലിയ രേഖയാണ്.
പാകിസ്ഥാനെതിരെ ഒരു മിന്നലാക്രമണം ഇന്ത്യ രാജ്യം നടത്തി. ആരും അതിനെ എതിർത്തില്ല. എന്താ കാരണം? ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ സ്നേഹിക്കുന്നവരാ. അവിടെ മുസ്ലിം വ്യത്യാസം പാടില്ല. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ടാണ് നമുക്കും തന്നെ സൗദി അറേബ്യ നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യന്റെ ഒപ്പം നമ്മൾ നിൽക്കാം. സഹോദര, രണ്ട് ഹറമുകൾ അവിടെയാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തെ അന്യായമായി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ സഹോദര, സൗദി അറേബ്യയിൽ അതൊരു മുസ്ലിം രാജ്യമാണെന്ന് വെച്ച് അതിന് അംഗീകരിക്കാൻ പറ്റുമോ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്? ഇല്ല, ഇല്ല. ഇതൊക്കെ നമ്മുടെ നായകന്മാർ എത്രയോ തവണ പ്രഖ്യാപിച്ചു. ആകെയുള്ള മകനെ ഞാൻ പട്ടാളത്തിലേക്ക് അയക്കാൻ തയ്യാറാണ് ഇന്ത്യ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി എന്ന് പ്രഖ്യാപിച്ച വലിയ വലിയ നേതാക്കന്മാരൊക്കെ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞുപോയി. എന്നാൽ ഇവിടെ പറയുന്നതോ, നോക്കൂ, ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് അതിനെ പ്രതിരോധിക്കും. അള്ളാഹുവിന്റെ കോപത്തിനിരയായവർ സത്യവിശ്വാസികളെ മർദ്ദിക്കാനും ആക്രമിക്കാനും ചിഹ്നങ്ങളെ തകർക്കാനും നിസ്കാരം തടയാനും പള്ളി പൊളിക്കാനും ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്ന ആളുകൾ അവരോട് മൈത്രി ബന്ധം പാടില്ല. അവരോട് മൈത്രി ബന്ധം പാടില്ല. പിന്നെ ആരോടൊക്കെ പറ്റും? കഴിഞ്ഞ ക്ലാസ്സിൽ 12ഓളം വചനങ്ങൾ നമ്മൾ ഉദ്ധരിച്ചതാണ്. ഇസ്ലാം സ്വീകരിച്ചില്ല എന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അള്ളാന്റെ അടുത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ വെറുക്കേണ്ട ആവശ്യം. പ്രത്യേകിച്ച് സഹോദര, നമ്മൾ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ചവരാണ്. നമ്മൾ പരസ്പരം നല്ല സ്നേഹം വേണം. അത് ഏത് മതക്കാരാണെങ്കിലും എന്ന് പഠിപ്പിച്ചതാണ്. അത് ഇസ്ലാമിൽ അതിന് വളരെ സ്ഥാനമുള്ളതാണ്. അതിന് ഒരുപാട് രേഖകൾ കാണാൻ സാധിക്കും. ചിലതൊക്കെ വലിയ ചർച്ചയാവാറുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിലുള്ളത് അത്ര തന്നെ ചർച്ചയാവാറില്ല. ഞാൻ ഉദാഹരണം പറയാം. 16-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലെ സൈനിക മേധാവി ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. അദ്ദേഹം നേരിട്ട് നേതൃത്വം കൊടുക്കുകയാണ്, പടച്ചട്ടയണിഞ്ഞിട്ട്. അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് യുദ്ധം ചെയ്യുന്നത് കാണുന്നു. അദ്ദേഹത്തിന് രക്ഷാകവചമില്ല. അപ്പോ ബ്രിട്ടന്റെ ഈ സൈനിക മേധാവി ഫിലിപ്പ് സിഡ്നി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആ പടച്ചട്ട അദ്ദേഹം ഒഴിവാക്കി. എന്തുകൊണ്ട്? തന്റെ സുഹൃത്തിന് ഒരു രക്ഷാകവചമില്ലെങ്കിൽ എനിക്കും ആവശ്യമില്ല, ഇല്ലാതെ യുദ്ധം ചെയ്യാം. സ്നേഹത്തിന്റെ ഒരു ഉദാഹരണമായിട്ട് ചില മതവിശ്വാസികളൊക്കെ ഉയർത്തി കാണിക്കുന്ന സംഭവമാണ്. അങ്ങനെ ഇയാൾക്ക്, ഈ സൈനിക മേധാവിക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അങ്ങനെ അദ്ദേഹത്തിനെ അവരുടെ ക്യാമ്പിൽ കൊണ്ടുപോയിട്ട് കിടത്തി പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകുകയാണ്. അങ്ങനെ പരിക്ക് പറ്റി ദാഹാധിക്യത്താൽ പ്രയാസപ്പെടുന്ന അദ്ദേഹത്തിന് വെള്ളം കൊടുത്തപ്പോ വെള്ളം കുടിക്കാനൊരുങ്ങുമ്പോ തൊട്ടപ്പുറത്തുനിന്ന് പരിക്ക് പറ്റിയ മറ്റൊരാളെ ഞരക്കം കേട്ടപ്പോ ഈ വെള്ളം അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ സൈനിക മേധാവി ആ വെള്ളം കുടിക്കാതെ അത് മറ്റേയാൾക്ക് കുടിപ്പിച്ചു. വലിയ സംഭവം. മനുഷ്യന്മാരെ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഒരു ഉദാഹരണം. ഇത് സഹോദര 16-ാം നൂറ്റാണ്ടിലാണ്. എങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ യർമൂക്കിന്റെ പടക്കളത്തിൽ 3 സ്വഹാബിമാർ ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുമ്പോ സഹോദര, തോടിന്റെ പാത്രത്തിൽ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് ഒരാളുടെ അരികെ അത് ചെന്നോട് അടുപ്പിക്കുമ്പോഴാണ് അപ്പുറത്തുനിന്ന് ഞരക്കം കേൾക്കുന്നത്. ഇയാൾക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല. ഇഷാറത്താക്കി അങ്ങോട്ട് കൊടുക്കാൻ. അങ്ങോട്ട് കൊണ്ടുപോയപ്പോ അദ്ദേഹം കുടിക്കാൻ ഒരുങ്ങുമ്പോ തൊട്ടപ്പുറത്തുനിന്ന് 3-മതൊരാള് രണ്ടാമൻ ഇഷാറത്താക്കി രണ്ടാമത്തെ സ്വഹാബി അങ്ങോട്ട് കൊടുക്കാൻ. 3-മത്തെ ആളുടെ അരികിലേക്ക് എത്തിയപ്പോ സഹോദര, അദ്ദേഹം അപ്പോഴേക്കും ഷഹീദായി. വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല. ആ വെള്ളം 2-മത്തെ ആളുടെ അരികിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴേക്കും അദ്ദേഹവും ഷഹീദായി. 1-മത്തെ ആളുടെ അരികിലേക്ക് എത്തിയപ്പോ അദ്ദേഹവും ഷഹീദായി. അവസാന വെള്ളപാത്രം ഇങ്ങനെ ബാക്കിയായിരുന്ന മറ്റൊരുത്ത് വെള്ളം കുടിച്ചു. ഇവിടെ ഈ വെള്ളം എന്തായില്ല, ആർക്കും കിട്ടിയില്ല. പരസ്പര സ്നേഹത്തിന്റെ ഐക്യത്തിന്റെ വലിയൊരു ഉദാഹരണമായി യർമൂക്കിന്റെ പടക്കളത്തിൽ ഒരു പാത്രം വെള്ളം മൂകസാക്ഷിയായി ബാക്കിയായി എന്ന് ചരിത്രം പറയുന്നു. മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധിച്ചവരാ. ശത്രുക്കളോട് പോലും കരുണ കാണിച്ചു. പലപ്പോഴും റസൂലതിന് വലിയ മാതൃകയാണ്. ശത്രുക്കള് ക്രൂരമായ പീഡനങ്ങൾ നടത്തിയിട്ട് അവരെ നശിപ്പിക്കട്ടെ എന്ന് റൂഹുൽ അമീൻ ജിബ്രീൽ എന്ന മലക്ക് ചോദിച്ചപ്പോ വേണ്ട, എത്ര പേരെ കാണാൻ കഴിയണം, അടി കിട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടും വേണ്ട, ഇതില്ലാതെ അങ്ങനെ ചെയ്തു.
ഏതായിരുന്നാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ, ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിൽ പുതിയ വിശദീകരണം, പുതിയ സൂറത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ സൂറത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത്, അള്ളാന്റെ കോപത്തിന് ഇരയായ അവര് ആഖിറത്തെ പറ്റി നിരാശപ്പെട്ടവരാ എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ ഒരു ശിക്ഷാ നടപടികളും രക്ഷാ നടപടികളും അല്ലെ, അതുപോലെ തന്നെ നന്മ കിട്ടും, ഇതിലൊന്നും അവർക്ക് വിശ്വാസമില്ല. ഏതുപോലെ കബറാളികളായ ആളുകളെ പറ്റി ഒരു നിരാശപ്പെട്ടിരിക്കുന്നു. കബറാളികളായ ആളുകൾ ഇനി അവർക്കൊരു തിരിച്ചുവരവുണ്ട്, ഇതിലൊന്നും അവർക്കൊരു വിശ്വാസമില്ല എന്നതുപോലെ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് എടുക്കാനുള്ള സൂറത്ത് വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് അൽ ഹശ്ർ. അൽ ഹശ്ർ എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ് അൽ ഹശ്ർ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് അതിന്റെ വിശദീകരണം നമുക്ക് തുടങ്ങണം. പ്രത്യേകം അൽ ഹശ്റിന്റെ അവസാന വാക്ക് സംഭവം നമുക്ക് ശരിക്കൊന്ന് പഠിക്കണം. അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് 20ഓളം പേരുകൾ 2-3 ആയത്തുകളിൽ ഒരേ സ്ഥലത്ത് വന്നത് അത് വളരെ അപൂർവമാണ്. അത് ഈ സൂറത്തിന് എടുക്കാനുള്ള സൂറത്ത് മാത്രമാണ്. അതുകൊണ്ട് ക്ലാസ് നഷ്ടപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.